ഹലോ, ഗുഡ് മോർഗൻ. ജർമ്മനിയിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സിന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എങ്കിലും വാ, എൻ്റെ ഇന്നത്തെ ഈ ഒരു ഓട്ടം ഒന്ന് കണ്ടു നോക്കാം. രാവിലെ 5 മണിക്ക് അലാറം അടിക്കുമ്പോൾ ഇന്ന് ലീവ് ആക്കിയാലോ എന്ന് ഞാൻ ഒരു നിമിഷം ആലോചിക്കും കേട്ടോ. പക്ഷെ അപ്പോഴാണ് ഓർക്കുന്നത് പേഷ്യൻസിന് മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ വലിയ ഉത്തരവാദിത്തം എനിക്ക് വീട്ടിലുണ്ടെന്ന്. അപ്പം അതിലും നല്ലത് ഡ്യൂട്ടിക്ക് പോകുന്നത് തന്നെയല്ലേ. അപ്പം സമയം 5:30 ജർമ്മനിയിൽ വിൻ്റർ ആയതുകൊണ്ട് തന്നെ പുറത്ത് നല്ല ഇരുട്ടാണ് കേട്ടോ. ഒരുമാതിരി പാതിരാത്രി ഫീലാണ്. ഈ നേരത്ത് വഴിയിലൊന്നും ഒരാളെ പോലും കാണാനില്ല. ഹോസ്പിറ്റലിലേക്ക് എൻ്റെ വീട്ടിൽ നിന്നും 10 മിനിറ്റ് നടത്തം മാത്രമേ ഉള്ളൂ. എങ്കിലും ഈ വിജനമായ വഴിയിലൂടെ നടക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പേടിയൊക്കെ വരാതിരിക്കില്ല കേട്ടോ. ഇടയ്ക്ക് ഈ പോകുന്ന ബസ്സുകളും കാറുകളും ഒക്കെ ഒരു ആശ്വാസം തന്നെയാണ്. അങ്ങനെ 6 മണിക്ക് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഹാജർ വെച്ചു കേട്ടോ. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ജർമ്മനിയിൽ നേഴ്സായി ജോലി കിട്ടാൻ എളുപ്പമല്ലേ, അവിടെ ചെന്നാൽ പിന്നെ ലൈഫ് സെറ്റല്ലേ എന്നൊക്കെ. എളുപ്പമൊന്നുമല്ല, പക്ഷെ എന്നാൽ അസാധ്യവുമല്ല. വെറുതെ ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ കൊടുത്ത് പോകാമെന്ന് വിചാരിച്ചാൽ ഇവിടെ പണി വാളും കേട്ടോ. പേഷ്യൻസിനെ കുളിപ്പിക്കുന്നത് മുതൽ അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് വരെ നമ്മുടെ ജോലിയുടെ ഭാഗമാണിവിടെ. പിന്നെ പണിയെടുത്താൽ പൈസ മാത്രമല്ല, വിശ്രമവും ഉണ്ട്. ഇവിടെ ഓവർ ടൈം ജോലി ചെയ്താൽ ഒന്നെങ്കിൽ അതിന് നല്ല പൈസ കിട്ടും, അല്ലെങ്കിൽ ആ സമയം നമുക്ക് ലീവായിട്ട് എടുക്കാം. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ആരും നമ്മളെ വിളിച്ച് ശല്യം ചെയ്യാൻ വരില്ല കേട്ടോ. നമ്മുടെ പേഴ്സണൽ ലൈഫിന് ഇവിടെ അത്ര വിലയുണ്ട്. എത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ജർമ്മൻ ഭാഷ അറിയില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. ചുരുക്കത്തിൽ പറഞ്ഞ നല്ലോണം പണിയെടുപ്പിക്കും, പക്ഷേ അതിനുള്ള മാന്യമായ പ്രതിഫലവും ബഹുമാനവും കൃത്യമായ വിശ്രമവും ഇവിടെ കിട്ടും. അതാണ് ജർമ്മനിയിലെ നേഴ്സിംഗ് ലൈഫ്. നമ്മളൊരു രജിസ്റ്റേർഡ് നേഴ്സ് ആകുമ്പോൾ പേഷ്യൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഡോക്ടർമാരുടെ പിറകെ നടക്കലല്ല, മറിച്ച് അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയാണ് ഇവിടെയുള്ളത്. ആ ഒരു ബഹുമാനം കിട്ടുമ്പോൾ എല്ലാ ക്ഷീണവും മാറും. ചുരുക്കത്തിൽ പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, ഭാഷ പഠിക്കാൻ മടിയില്ലെങ്കിൽ ജർമ്മനി നിങ്ങളെ കൈനീട്ടി സ്വീകരിക്കും. എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയും. പക്ഷേ ഇത് തരുന്ന ഒരു സംതൃപ്തി അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെ 8 മണിക്കൂർ ഓട്ടം കഴിഞ്ഞ് ദാ ഇറങ്ങി. ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. നേരെ കുഞ്ഞിനെ പിക്ക് ചെയ്യണം. അടുത്ത ഓട്ടം തുടങ്ങി. അപ്പോൾ നേഴ്സിംഗ് വേഷം അഴിച്ചു വെച്ചിനി ഫുൾ ടൈം അമ്മ റോളിലേക്ക് മാറുകയാണ്. അപ്പോൾ കുഞ്ഞാവ് ഇവിടെ പഠിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ തൊട്ട് പുറകിലുള്ള കിൻഡർ ഗാർഡനിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കിൻഡർ ഗാർഡനിൽ അഡ്മിഷൻ കിട്ടിയത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ലക്കായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് അവനെ ചെന്ന് പിക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് വീട്ടിലേക്ക് പോകാറ്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരാൾ അതിനുവേണ്ടി മെനക്കിട്ട് പിക്ക് ചെയ്യാനായിട്ട് വരണം. അപ്പോൾ ഈ ഒരു കിൻഡർ ഗാർഡനിലാണ് അവൻ പഠിക്കുന്നത്. കിൻഡർ ഗാർഡനിൽ അഡ്മിഷനൊക്കെ കിട്ടാനായിട്ട് എളുപ്പമാണോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടുക എന്നതൊരു ഭാഗ്യം തന്നെയാണ്. നേരത്തെ ബുക്ക് ചെയ്യണം. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തുള്ള കിൻഡർ ഗാർഡനിൽ അല്ലെങ്കിൽ കീറ്റയിൽ രജിസ്റ്റർ ചെയ്യുന്നത് ആണ് ബുദ്ധി. ചിലപ്പോൾ 1-2 വർഷമൊക്കെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ജോലി ഇപ്പം നിർബന്ധമായിട്ടും ജോലി ചെയ്യുന്ന പേരൻസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാർക്ക് മുൻഗണനയുണ്ട്. പ്രത്യേകിച്ച് എന്നെ പോലെ നേഴ്സിംഗ് പോലുള്ള അത്യാവശ്യ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ കുട്ടികൾ നമ്മളത് മെൽഡൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മുൻഗണന കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ നാട്ടിലെ പോലെ പുസ്തകം വെച്ച് പഠിപ്പിക്കില്ല. എല്ലാം കളികളിലൂടെയാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിക്കാനും വരയ്ക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ പുറത്ത് കളിക്കുന്ന കാര്യത്തിൽ മഴ പെയ്താലും മഞ്ഞ് വീണാലും കുട്ടികളെ പുറത്ത് കൊണ്ടുപോയി കളിപ്പിക്കും. അതിനുള്ള പ്രത്യേകതരം വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഇട്ട് അവർ ചെളിയായാലും മഞ്ഞായാലും മഴയായാലും അവർ പുറത്തു പോയി ഡെയിലി കളിക്കാറുണ്ട്. സ്വന്തമായി ആഹാരം കഴിക്കാനും ഡ്രസ്സ് മാറാനും ഒക്കെ കുട്ടികളെ ഇവിടെ ചെറുപ്പത്തിലേ പഠിപ്പിക്കും. അത് നമുക്കും വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കിൻഡർ ഗാർഡനിൽ നിന്ന് നേരെ പോയത് ഒരു കേക്ക് ഓർഡർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ശരിക്കും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ബർത്ത്ഡേയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ തലേദിവസമാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേയുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇത് പിന്നത്തേക്ക് എഡിറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് മാറ്റിയിട്ടിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ചേട്ടായിക്ക് ഒരു സർപ്രൈസ് ആയിട്ടൊരു കേക്ക് ഓർഡർ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അങ്ങനെ കുറേ കേക്കുകളൊക്കെ അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചേക്കുന്ന കേക്ക് ഉണ്ട്, അത് വേണം നമുക്ക് എടുത്തോട്ട് പോകാം. പക്ഷേ അല്ലാതെ കുറേ കേക്കിൻ്റെ ഇങ്ങനെ മോഡലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടമുള്ള കേക്ക് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരതുപോലെ ഉണ്ടാക്കി തരും. അപ്പോൾ എനിക്ക് വേണ്ടി ഈ ഒരു ലവിൻ്റെ ഷേപ്പുള്ള റെഡ് ആൻഡ് വൈറ്റ് കോംബോ വരുന്ന കേക്കാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ അത് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും ബർത്ത്ഡേ ആണ്.
എൻ്റെയും ചേട്ടായിയുടെയും ഒരേ ദിവസം തന്നെയാണ് ബർത്ത്ഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും അത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കേക്ക് കടയിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോകണം. കുറച്ച് നേരം വണ്ടി നോക്കി നിന്നു, വണ്ടി കണ്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് നടക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഏകദേശം 4 മണി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത പരിപാടി തുടങ്ങി. മക്കളെയും കൂട്ടി നേരെ കരോട്ട ക്ലാസ്സിലേക്ക്. ഇന്ന് അവർക്ക് പ്രൊബേ ട്രെയിനിങ് ഉള്ള ദിവസമാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് രണ്ടാളും. സത്യം പറഞ്ഞാൽ ഒരുപാട് അന്വേഷിച്ച ശേഷമാണ് വീടിന് ഇത്ര അടുത്ത് നല്ലൊരു ട്രെയിനിങ് സ്കൂൾ ഞങ്ങൾക്ക് കണ്ടു കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ തിരക്കുകൾക്കിടയ്ക്ക് ഈ ഒരു ക്ലാസ്സിനും കൂടെ ചേർത്തത് എനിക്കൊരു എക്സ്ട്രാ പണിയാണ്. പക്ഷെ എന്നിരുന്നാലും ഞാനതൊന്നും അല്ല ചിന്തിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കുട്ടികളുടെ ആത്മവിശ്വാസവും അച്ചടക്കവും ശാരീരിക ക്ഷമതയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് അത് സഹായിക്കും. അതുമാത്രമല്ല, യൂറോപ്പ് പോലെയുള്ള തണുപ്പുള്ള രാജ്യങ്ങളിൽ താമസിക്കുമ്പോൾ കുട്ടികൾ ഇത്തരം ആക്ടിവിറ്റീസിന് വിടേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ ഡി കുറവ്. ഇവിടെ വിൻ്റർ കാലത്ത് വെയിൽ കാണാനേ കിട്ടില്ല. സൂര്യപ്രകാശം കുറയുമ്പോൾ ശരീരത്തിന് വിറ്റാമിൻ ഡി കുറയാനും സാധ്യതയുണ്ട്. കുട്ടികൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ അവർ പെട്ടെന്ന് ക്ഷീണിതരാകും, മൂഡ് ഓഫ് ആകും. അതിനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പാർക്കിലോ ഗ്രൗണ്ടിലോ പോയി കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഡോർ ആക്ടിവിറ്റീസ് അവർക്ക് നല്ല വ്യായാമം നൽകും. നന്നായി വിയർത്ത് കളിക്കുമ്പോൾ അവരുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ മാനസിക ആരോഗ്യം. തണുപ്പ് കാലത്ത് എപ്പോഴും വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്നത് കുട്ടികളിൽ വിരസത ഉണ്ടാക്കാനായിട്ട് കാരണമായി തീരാറുണ്ട്. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് അവർക്ക് നല്ലൊരു എനർജി നൽകും. അപ്പോൾ പലപ്പോഴും നമ്മൾ നേഴ്സുമാരായതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് മടിയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നമുക്കിതൊരു എക്സ്ട്രാ പണിയാണെന്ന് പറഞ്ഞാലും നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമല്ലേ. ഈ കുട്ടികളെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അറിയാതെ എൻ്റെ മനസ്സ് പഴയ കാലത്തേക്കൊന്ന് പോയി കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ആ ഒരു കുട്ടിക്കാലത്ത് ഇത്തരം സൗകര്യങ്ങളോ ആഗ്രഹിച്ചതൊക്കെ പഠിക്കാനുള്ള സാഹചര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് സ്കൂളിൽ പോകാൻ ഒരു കൂടെയോ നല്ലൊരു ജോഡി ചെരുപ്പോ കിട്ടാൻ പോലും നമ്മൾ ഒരുപാട് കാത്തിരിക്കണമായിരുന്നു. പലപ്പോഴും ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി നടന്ന ആ പഴയ കുട്ടിക്കാലം ഇന്ന് എൻ്റെ മക്കൾ ഈ ജർമ്മനിയിലെ നല്ലൊരു സ്കൂളിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി കരോട്ട പഠിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ പഴയ കൊച്ചു പെൺകുട്ടിയും കൂടി സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കിട്ടാതെ പോയതൊക്കെ നമ്മുടെ മക്കൾക്ക് നൽകാൻ കഴിയുമ്പോഴാണ് നമ്മൾ സഹിക്കുന്ന ഈ ഒരു കഷ്ടപ്പാടിനും ഈ ഓട്ടപ്പാച്ചിലിനും ഒക്കെ ഒരു അർത്ഥമുണ്ടാകുന്നത്. നമ്മൾ അനുഭവിച്ച ആ ഒരു കുറവുകളൊന്നും അവർ അറിയരുത് എന്ന് വാശിയൊന്നുമില്ല കേട്ടോ. മറിച്ച് അവർക്ക് കിട്ടുന്ന ഈ ഓരോ അവസരവും അവരെ നല്ലൊരു മനുഷ്യരാക്കി മാറ്റട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ജർമ്മനിയിൽ വന്ന ആ ആദ്യ നാളുകളുണ്ടല്ലോ, അത് ഓർക്കുമ്പോൾ ഇന്നും ഉള്ളിലൊരു പെടച്ചിലാണ് കേട്ടോ. ഒറ്റപ്പെടലും ഭാഷയുടെ ബുദ്ധിമുട്ടും ആ കഠിനമായ തണുപ്പും ഒക്കെ കാരണം എല്ലാം ഇട്ടിട്ട് നാട്ടിലേക്ക് അങ്ങ് തിരിച്ചു പോയാലോ എന്ന് ഞാൻ എത്ര വട്ടം ചിന്തിച്ചിട്ടുണ്ടെന്നറിയാവോ. ഒരു പക്ഷേ ഇന്ന് എൻ്റെ മക്കളുടെ ഈ സന്തോഷം കാണുമ്പോൾ, അവർക്ക് കിട്ടുന്ന ഈ വലിയ സൗകര്യങ്ങളും അവസരങ്ങളും കാണുമ്പോൾ അന്ന് ഞാൻ തോറ്റു പിന്മാറഞ്ഞത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അന്ന് തിരിച്ചു പോയിരുന്നെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ഈ ജീവിതം ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയേനെ. എൻ്റെ ഈ അനുഭവം വെച്ച് എനിക്ക് നിങ്ങളോട് പറയാൻ ഉള്ളത് ഒന്ന് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും നല്ലൊരു സമയം വരും. അത് വരുന്നത് വരെ നമ്മൾ കുറച്ച് ക്ഷമിക്കണം, കുറച്ച് കാത്തിരിക്കണം, അധ്വാനിക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.